സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മിനി ഉർവശിയുടെ ഫോണുമായിട്ട് അവരുടെ എല്ലാവരുടെ അരികിലേക്ക് എത്തുക. ഉർവശി, എവിടെ? നീ പറഞ്ഞ വീഡിയോ എവിടെയാണ് ഉള്ളത്? ഏട്ടത്തി ഇതുവരെ ആ വീഡിയോ കണ്ടില്ലേ? ഇങ്ങിതാ, ഞാൻ തന്നെ കാണിച്ചു തരാം. അല്ല, പ്രിയങ്കയ്ക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടല്ലേ ഇവളും ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഇവളും ഈ വരുണും കൂടി ചേർന്ന് ഈ വീട്ടിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ഏട്ടത്തിയും അമ്മയും എല്ലാവരും കാണണം. പ്രിയങ്കയെ പോലെ ഒരു ഭാര്യ കൂടെയുള്ളപ്പോൾ ഈ വരുണിനെന്താ അവളുടെ ചേച്ചിയും കൂടി വേണോ? അതിനുവേണ്ടിയാണോ എല്ലാവരും കൂടി ഇവളെയും കൂടി ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? അന്നേരം മുത്തശ്ശി കേൾക്കണേ, ഉർവശി നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഓ, ഞാൻ പറയുന്നതാ കുറ്റം. ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എല്ലാവരും നേരിട്ട് കാണും. ഗാർഡനിൽ വെച്ച് ഇവനോളും കൂടി ചേർന്ന് നടത്തിയ അഴിഞ്ഞാട്ടം. അങ്ങനെ പറഞ്ഞ ഫോണിൽ ആ വീഡിയോ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുമായിരിക്കട്ടോ ഉർവശി. ഈ സമയം എല്ലാവരും ഉർവശിയെ തന്നെ നോക്കി നിൽക്കുവാണ്. അന്നേരം വരുണിൻ്റെ അധികമാകെ ടെൻഷനിലാണ് കേട്ടോ. ഈ സമയം ഉർവശിയാണെങ്കിൽ ആ വീഡിയോ തപ്പിയിട്ട് കാണുന്നില്ല. അയ്യോ, എൻ്റെ ഫോണിലെടുത്ത് ആ വീഡിയോ എവിടെ പോയി? ഏട്ടത്തി ഇതെങ്ങാനും എടുത്ത് നോക്കിയായിരുന്നോ? എൻ്റെ ഉർവശി, ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന് ഈ ഫോൺ എടുത്ത് എന്നിട്ട് അതുകൊണ്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അയ്യോ, അപ്പോൾ പിന്നെ ആ വീഡിയോ എവിടെ പോയി? അന്നേരം മുത്തശ്ശി കേൾക്കണേ, എന്താ ഉർവശി, നീയല്ലേ പറഞ്ഞ നീ എടുത്തുന്ന ആ വീഡിയോ? പിന്നെ ആ വീഡിയോ ഇപ്പോൾ എവിടെ പോകാനാ? എന്താ ഈ വീട്ടിലുള്ള കുട്ടിചാത്തനോ മറ്റോ ഉണ്ടോ? അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഒന്നിച്ചിരിക്കുകയാണ്. എന്നിട്ട് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ മുത്തശ്ശി? അങ്ങനെ ഉർവശി ഫോണുമായിട്ട് നേരെ പത്മിനിയുടെ റൂമിലേക്ക് പോകുമ്പോൾ മുത്തശ്ശിയും അതുവഴി നടക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഉർവശിയും പത്മിനിയും കൂടി സംസാരിക്കുന്നത് മുത്തശ്ശി അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുവാണ്. ഏട്ടത്തി, ദേ വരുണിൻ്റെ രാധികയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടത്തി വിശ്വസിച്ചില്ലല്ലോ. അതിൻ്റെ തെളിവ് വീഡിയോ അടക്കം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടത്തിയെ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഈ വീഡിയോ ഒന്ന് നോക്കണം. ഞാനേ ഇതിവിടെ മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഉർവശി അവിടെ നിന്ന് പോകുകയുള്ളൂ. അതക്കത്തിന് മുത്തശ്ശി റൂമിൽ കയറി ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അയ്യോ ഏട്ടത്തി, സത്യമായിട്ടിൽ വീഡിയോ ഉണ്ടായതാ, പക്ഷേ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അന്നേരം പത്മിനി പറയണേ, ദേ ഉർവശി മതി, നിർത്തിക്കോ. ഇതിനു മുമ്പും കുട്ടികളെക്കുറിച്ച് ഇതുപോലെ മോശമായിട്ടുള്ള കാര്യം നീ ഇതിനു മുമ്പും വന്ന് പറഞ്ഞിട്ടുള്ളതാ. അപ്പോഴേ ഞാൻ നിനക്ക് മറുപടി തന്നതാ. ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ ഞാൻ പിന്നെ നേരെ തന്നെ ഏട്ടനോടായിരിക്കും വിവരം പറയാൻ പോകുന്നത്. പിന്നെ നീയും നിന്റെ ഭർത്താവും കുടുംബമൊന്നും ഈ വീട്ടിലുണ്ടാവില്ല. നിങ്ങളുടെ സ്ഥാനം തന്നെ വീടിന് പുറത്തായിരിക്കും. അതോർത്ത് പെരുമാറിക്കോ. അന്നേരം ഉർവശി വരണേ, ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏട്ടത്തിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വൈകാതെ തന്നെ ബോധ്യമാകും. ഏട്ടത്തിൻ്റെ കൺമുമ്പിൽ തന്നെ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതല്ല സത്യമാണെന്ന് ഏട്ടത്തി വിശ്വസിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിൽ കള്ളം പറയുന്നോളും മറ്റുള്ളവർ തമ്മി തല്ലിക്കാൻ നോക്കുന്നോളും ഒക്കെ ആയിട്ട് തോന്നും. എന്നാൽ ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലാക്കുന്നൊരു ദിവസം വരും. അന്നേട്ടത്തി നിന്ന് കരയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഉർവശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി രാധികയോട് പറയണേ, മോളെ ഉർവശി പറയുന്നതൊന്നും മോള് കാര്യമാക്കാൻ നിൽക്കേണ്ട. അവൾ പറയുന്നതൊന്നും ഞാൻ മുഖവരക്ക് എടുത്തിട്ടുമില്ല. മോളുടെ ഭാഗത്തുനിന്ന് അതുപോലൊരു തെറ്റ് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് അമ്മക്കറിയാം. ആ വിശ്വാസം മോളൊന്നും കാത്തുവലിക്കണം. ഇല്ലമ്മേ, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. അങ്ങനെ പത്മിനി നേരെ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. വരൂ, നീ ഒരു കാര്യം ഓർക്കണം. നീ വിവാഹിതനാണ്. നിനക്കൊരു ഭാര്യയുണ്ട്. അവളിപ്പോൾ ജയിലില്ല. അധികം വൈകാതെ അവൾ പുറത്തിറങ്ങും. അവൾ തന്നെയായിരിക്കും ജീവിതാവസാനം വരെ നിൻ്റെ ഭാര്യ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നീ പെരുമാറാനായിട്ട്. അങ്ങനെ പറഞ്ഞാൽ പത്മിനി അവിടെ നിന്നും പോകുവാണ്. അന്നേരം വരുൺ പറയണേ, കണ്ടില്ലേ മുത്തശ്ശി, ഈ ചെറിയമ്മ ഓരോരുത്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് കണ്ടില്ലേ? അവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ വരുൺ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ഉർവശിയുടെ വാക്കുകളൊക്കെ കാരണം വല്ലാതെ മനസ്സ് വേദനിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശി പറയണേ, മോളെ രാധിക, മോള് വിഷമിക്കാതിരിക്കുക. മുത്തശ്ശിക്ക് എല്ലാം അറിയാം. പിന്നെ ഉർവശി പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് മുത്തശ്ശിക്ക് എല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും വരുൺ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോളെ ആരും ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറക്കി വിടില്ല. അതിനെ മുത്തശ്ശി സമ്മതിക്കില്ല. മോളെ നോക്കിക്കോ, നിങ്ങൾ രണ്ടാളെയും ഈ മുത്തശ്ശി തന്നെ ഒന്നായി ചേർത്ത് വെക്കും. നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ജീവിക്കേണ്ടത്. അത് കാണാനാണ് ഈ മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ മുത്തശ്ശിക്ക് കൂടി സത്യങ്ങൾ അറിയാമെന്നറിയുമ്പോൾ രാധിക കൂടുതലും ഞെട്ടുവാണ്. രാധിക പറയണേ, വരുൺ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി അറിയിച്ചു കഴിഞ്ഞു. മുത്തശ്ശി കൂടി സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ വരുൺ ഇനി എന്തിനും മടിക്കില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുവാണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി ആലോചിക്കുവാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് സുകുമാരി അമ്മ പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കാണാനായിട്ട് വന്നിരിക്കുവാണ്. അങ്ങനെ ആ വക്കീൽ പറയണേ, കാര്യങ്ങൾ കേട്ടെടുത്തോളം ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പെട്ടെന്നൊന്നും പ്രിയങ്കയെ മോചിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തെളിവുകളെല്ലാം പ്രിയങ്കയ്ക്കെതിരാണ്. രാധികയെ കൊല്ലാനായിട്ട് പ്രിയങ്ക തന്നെയാണ് അവർക്ക് പണം കൊടുത്തതെന്ന് ആ രണ്ടുപേരും സമ്മതിച്ചും കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു സാധ്യതയുമില്ലാത്ത കാര്യമോ? അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും എൻ്റെ പ്രിയങ്ക മോളെ രക്ഷിക്കണം. അതിന് വക്കീൽ അടുത്ത ദിവസം കോടതി ഹാജരായേ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് ഈ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഉണ്ടല്ലോ രാധിക, ആ കുട്ടി പ്രിയങ്കയ്ക്ക് അനുകൂലമായിട്ട് കോടതി വന്ന് മൊഴി പറയണം. പ്രിയങ്ക ഒരിക്കലും തന്നെ കൊല്ലാൻ ശ്രമിക്കില്ലെന്നും
ഇതാരോ കെട്ടിച്ചമച്ച കഥയാണെന്നും അതുപോലെ അവർക്ക് പ്രിയങ്ക പണം കൊടുത്തത് അവരെ സഹായിക്കാനാണെന്നുള്ള രീതിയിൽ രാധിക പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്ക് രക്ഷപ്പെടാൻ അതൊരു പഴുതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ കോടതിയിൽ പ്രിയങ്കയ്ക്ക് വേണ്ടി ഹാജരാകാം. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, രാധിക വിചാരിച്ചാൽ മാത്രമേ പ്രിയങ്കയ്ക്ക് ഇനി പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. പ്രിയങ്കയുടെ ജീവിതം ഇപ്പോൾ രാധികയുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് രാധികയെ കൊണ്ട് പ്രിയങ്കയ്ക്ക് അനുകൂലമായ മൊഴി പറയിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക്. പിന്നീട് കാണിക്കുന്നത് സുകുമാരി അമ്മ രാധികയ്ക്ക് സമ്മാനങ്ങളും കവറുകളും ഒക്കെ ആയിട്ട് കണിമംഗലത്തെത്തുന്നതാണ്. അങ്ങനെ സുകുമാരി അമ്മയെ കാണുന്നതും പുറത്തേക്ക് വരുവാൻ കേട്ടോ കൽപ്പന. ഇതാര്, നിങ്ങളോ? ഞാൻ രാധിക മോളെ ഒന്ന് കാണാൻ വന്നതാ. ഓ ശരി ശരി, അകത്തേക്ക് കയറുക. അങ്ങനെ സുകുമാരി അമ്മ അകത്തേക്ക് കയറുവാൻ കേട്ടോ. അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പ്രിയങ്കയെ പെണ്ണാലോചിച്ച് വന്ന സമയത്ത് നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു. പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കാര്യത്തിൽ കണിമംഗലക്കാർ മുമ്പിലായിരിക്കും, പക്ഷെ അന്തസ്സിൻ്റെ കാര്യത്തിൽ കണിമംഗലം കുടുംബത്തേക്കാൾ ഒരുപടി മുന്നിലാണ് ആറ്റുവാശ്ശേരി എന്ന്, അല്ലേ? ഇതാണോ നിങ്ങളുടെ കുടുംബത്തിലെ അന്തസ്സ്? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പിന്നല്ലാതെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ പിന്നാരെ മോള് കാരണം ഇവിടെ ഞാൻ കാർക്കും നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അച്ഛനും അമ്മക്കൊണ്ടായ നാണക്കേടിനെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ? അന്നേരം സുകുമാരിയമ്മ പറയണേ, അയ്യോ മോളെ, എൻ്റെ പ്രിയങ്ക മോള് ഒരു തെറ്റും ചെയ്യില്ല. എന്തോ ഒരു ചതി പറ്റിയിട്ടുള്ളതാ. അവൾ നിരപരാധിയാ മോളെ. ആണോ? എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കോടതി പറയാത്തെ? പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെങ്കിലും ഹാജരാക്കാൻ നിങ്ങൾക്ക് തോന്നിയോ? അത് പിന്നെ മോളെ, ഞങ്ങളുടെ അറിയില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. എല്ലാ സത്യങ്ങളും പെട്ടെന്ന് തന്നെ വെളിച്ചത്ത് വരും. പ്രിയങ്ക മോള് ഉടനെ തന്നെ ജാമ്യത്തിലിറങ്ങും. അന്നേരം കൽപ്പന പറയണേ, ഇനി അവൾ ജാമ്യത്തിലിറങ്ങിയാലും അവൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. അവളിനി ഇങ്ങോട്ടേക്ക് കയറാനേ പോകുന്നില്ല. ഇങ്ങോട്ടേക്ക് അങ്ങനെ അവൾ തിരിച്ചു വന്നാലുണ്ടല്ലോ, അച്ഛനും അമ്മയും മരണം ചേർന്ന് അവളെ ആട്ടിയിറക്കും. ഈ സമയം രാധികയും മുത്തശ്ശിയും താഴത്തേക്ക് ഇറങ്ങി വരുമായിരിക്കും കേട്ടോ. അങ്ങനെ രാധികയെ കാണുന്നതും സുകുമാരിയമ്മ പറയണേ, രാധിക മോളെ കാണാനാണ് ഞാൻ വന്നത്. ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കാരണം മോളുടെ മനസ്സാകെ വിഷമിച്ചിരിക്കുമായിരിക്കുമല്ലോ. ഇതൊക്കെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടു വന്നതാണ്. അത് കാണുന്നതും കൽപ്പന പറയണേ, ഇപ്പം ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് രാധികയോട് തോന്നിയ സ്നേഹത്തിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയ്യോ അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശവും ഇല്ല മോളെ. അല്ലെങ്കിൽ തന്നെ രാധിക മോളും പ്രിയങ്കയും എനിക്കൊന്നല്ലേ. പലപ്പോഴും ഞാൻ രാധിക മോളോട് കുറച്ച് ദേഷ്യത്തോടെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അന്നേരം കൽപ്പന പറയണേ, ശരിയാ, ഇപ്പോൾ പ്രിയങ്ക രാധികയെ കൊല്ലാൻ നോക്കിയല്ലോ, അപ്പോഴായിരിക്കും ഇതൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് സമയം കിട്ടിയത്, അല്ലേ? മുത്തശ്ശി, വീട്ടിൽ വന്നു കയറിയ ഇവരെ ഇറക്കി വിടാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ഞാനങ്ങനെ ചെയ്താൽ അത് വലിയ തെറ്റായി പോകുമല്ലോ. അതുകൊണ്ട് മുത്തശ്ശി തന്നെ ഇവരിവിടെ നിന്ന് ഇറക്കി വിടുന്നതാണ് നല്ലത്. അമ്മയോ അച്ഛനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ കൽപ്പന മുകളിലേക്ക് കയറി പോകുവാണ്. ഈ സമയം പത്മിനിയും അങ്ങോട്ടേക്ക് വരുമായിരിക്കും. ഇതാരാ വന്നിരിക്കുന്നത് എന്ന് പത്മിനി ചോദിക്കുക. അന്നേരം സുകുമാരിയമ്മ പറയണേ, സത്യം പറയാലോ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കാരണം ഇങ്ങോട്ടേക്ക് വരാൻ ഞങ്ങൾക്ക് വലിയ നാണക്കേടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ദേവനും യശോദയൊന്നും വരാഞ്ഞത്. അന്നേരം പത്മിനി പറയണേ, അതിനെ പ്രിയങ്ക ചെയ്ത തെറ്റിന് നിങ്ങളോട് ഞങ്ങളെന്തിനാ ദേഷ്യം കാണിക്കുന്നത്? അങ്ങനെ ഇവിടെ ആരും ഒന്നും കാണിക്കാനൊന്നും പോകുന്നില്ല. പ്രിയങ്ക ചെയ്ത തെറ്റ് അവളുടേത് മാത്രമായിട്ട് കാണാൻ ഞങ്ങൾക്കറിയാം. ഈ സമയം സുകുമാരിയമ്മ പറയണേ, മോളെ രാധികെ, എനിക്ക് രാധികമ്മളോട് മാത്രമായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനുണ്ട്. അതിനെന്താ മോളെ രാധികെ, ചെല്ല്, മുത്തശ്ശിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്നല്ലേ പറയുന്നത്? എന്താ മുത്തശ്ശി സംസാരിക്കാൻ വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പ്രിയങ്കയെ രക്ഷിക്കാനായിട്ട് രാധികയുടെ കാല് പിടിക്കാനല്ലേ വന്നിരിക്കുന്നത്? കാര്യം കാണാൻ ഇപ്പോൾ രാധികമ്മളെ വേണം അല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അന്നേരം മുത്തശ്ശി പറയണേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. രാധികമ്മളെ നിങ്ങളെപ്പോഴും ഉപദ്രവിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ആ വീട്ടിൽ തന്നെ രാധികമ്മളെ അനാഥയൊന്നും ദത്തെടുത്തോളെന്നും പറഞ്ഞ് എപ്പോഴും നിങ്ങൾ ആക്ഷേപിക്കാറില്ലേ? നിങ്ങളുടെ ആ പറച്ചിലൊക്കെ കേട്ടില്ലേ പ്രിയങ്ക മോളും രാധിക മോളും ഉപദ്രവിച്ചത്? ഇത്രയും പാവം പിടിച്ച ഈ കുട്ടിയെ ദ്രോഹിച്ചതിനുള്ള ഫലമാണ് നിങ്ങളുടെ കൊച്ചുമോളിപ്പോൾ അനുഭവിക്കുന്നത്. അതൊക്കെ കേട്ടിട്ട് മറുത്തൊന്നും പറയാനാവാതെ നിൽക്കുവാണ്ട് സുകുമാരിയമ്മ. അതിനുശേഷം രാധികയെ വിളിക്കുക. മോളെ രാധികയെ ഒന്ന് വന്നേ, മുത്തശ്ശിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അന്നേരം രാധിക മുത്തശ്ശിയുടെ ഒപ്പം സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലുവാണ്. അന്നേരം സുകുമാരിയമ്മ വാങ്ങിയ കവറുകളെല്ലാം രാധികയെ ഏൽപ്പിക്കുക. ഇതൊക്കെ മോള് വാങ്ങ്, എല്ലാം മോൾക്ക് വേണ്ടി തന്നെ വാങ്ങിയതാണ്. അങ്ങനെ രാധിക അതെല്ലാം വാങ്ങുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി അമ്മയും പുറത്ത് വാതിൻ്റെ അവിടെ നിന്ന് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുവാണ്. ആ സമയം സുകുമാരിയമ്മ പറയണേ, മോളെ പ്രിയങ്ക മോളെ നിനക്കൊത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ അവൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും നീ തന്നെ ഏറ്റെടുത്ത് അവളെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നതിൽ നിന്നും വഴക്ക് കേൾക്കുന്നതിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രിയങ്ക മോൾ ജയിലിലാണ്. അവളെ രക്ഷിക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റൂ. നീ അവൾക്ക് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി കൊടുക്കണം. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കോടതിയിൽ സത്യം മാത്രമല്ലേ പറയാൻ പാടുള്ളൂ. പിന്നെ അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മുത്തശ്ശിക്ക് നെഞ്ചത്ത് കൈവത്തി പറയാൻ പറ്റുമോ? മുത്തശ്ശി തന്നെ എന്നെ ഇല്ലാതാക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ?
അതിനുവേണ്ടി മുത്തശ്ശി പറഞ്ഞിട്ട് തന്നെയാണോ പ്രിയങ്ക ഇങ്ങനെ ചെയ്തത്? മോളെ, എന്തൊക്കെ പറഞ്ഞാലും അവൾ നിൻ്റെ അനിയത്തിയല്ലേ? അന്നേരം രാധിക പറഞ്ഞേ, അനിയത്തിയോ? ഞാനങ്ങനെ പലതവണ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ മുത്തശ്ശി എന്താ പറഞ്ഞത്? തെരുവിൽ നിന്ന് വന്ന നിനക്ക് എന്തനിയത്തിയെന്ന് അല്ലേ? മുത്തശ്ശി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, എനിക്കിതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ രാധികയുടെ മറുപടി കേട്ടിട്ട് ജയഭാരതി അമ്മക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം സുകുമാരിയമ്മ പറയണേ, നീ അപ്പോൾ കോടതിയിലേക്ക് വരില്ലെന്ന് ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ട എന്താവശ്യമാണുള്ളത്? ഇപ്പം മുത്തശ്ശി എനിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പോലും ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നായിട്ട് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ രാധികയുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ തലയും കുനിച്ച് നിൽക്കുവാണ് കേട്ടോ സുകുമാരിയമ്മ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്